ദാ എത്തിയല്ലോ മമ്മി കാണാൻ കാത്തിരുന്ന അപ്പുക്കുട്ടൻ. ഇവിടെ വാ. വിജയ് പണിക്കരുടെ വീട് ചോദിച്ച വീട് മാത്രമേ പറയാവൂ. നീ അയാളുടെ ആരാണെന്ന് പറയരുത്. അപ്പോ നിനക്കിത് ആരാണെന്ന് മനസ്സിലായോ? നീയും മാളുവും ജനിക്കുന്നതിന് മുൻപേ ഉള്ള ബന്ധവാ. നീ വീട് പറഞ്ഞു തന്ന വിജയ് പണിക്കരില്ലേ, അയാളുടെ കൂടെ കുറച്ചു കാലം ഒരുമിച്ച് പഠിച്ചയാളാ ഞാൻ. ഇതെന്റെ മകൻ ഡോക്ടർ ജോബിൻ അലക്സ്. ഇവിടെ മെഡിക്കെയർ ഹോസ്പിറ്റലാ വർക്ക് ചെയ്യുന്നത്. എന്റെ മമ്മി, എനിക്കൂടി പറയാൻ എന്തെങ്കിലും ബാക്കി വെക്കണേ. ഇനി വയസ്സും നക്ഷത്രവും ആധാർ നമ്പറും മാത്രമേ ബാക്കിയുള്ളൂ. ഹലോ അപ്പു, ജോബിൻ, നോർമൽ മോഡിൽ ജോക്കുട്ടൻ. പിന്നെ എന്റെ മമ്മിക്ക് സ്നേഹം വല്ലാതെ കൂടി നിൽക്കുകയാണെങ്കിൽ ജോ തുടങ്ങിയ പേരുകളിലൊക്കെ ഞാൻ അറിയപ്പെടും. ഹലോ അപ്പു. യെസ്, ഐ നോ. അപ്പു എന്ന അപൂർവ. കോളേജിലെ മിന്നും താരം. ബുള്ളറ്റ് റൈഡിംഗ്, ബാസ്കറ്റ് ബോൾ തുടങ്ങിയ കലാപരിപാടികളിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭ. എല്ലാ അങ്കിളും ആന്റിയും നന്നായി തന്നെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. എന്താ ഗീത, തന്റെ മോൾക്ക് ഓർണമെന്റ്സ് ഒന്നും ഇഷ്ടമല്ലേ? കാതും കഴുത്തും കയ്യും ഒക്കെ പ്ലെയിൻ ആണല്ലോ. നോക്ക്, ഒരു പൊട്ടുകൂടി തൊട്ടിട്ടില്ല അവള്. അവക്ക് അതൊന്നും ഇഷ്ടമല്ല ഡേസി. റിയലി? അത് നന്നായി. അപൂർവയെ കല്യാണം കഴിക്കുന്ന ആളുടെ ഭാഗ്യമാണല്ലോ. ഓർണമെന്റ്സും കോസ്മെറ്റിക്സും ഒക്കെ വാങ്ങി കാശ് കളയണ്ടല്ലോ. അത് സത്യ. അല്ലെങ്കിലേ ഒരു സംശയം. എന്താ ജോബ്? അല്ല, ആന്റിയുടെ ഡെലിവറി സമയത്ത് ലേബർ റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്ന അങ്കിളിനോട് ഡോക്ടർ എന്താ വന്ന് പറഞ്ഞത്? യു ആർ ബ്ലെസ്ഡ് വിത്ത് എ ബേബി ഗേൾ എന്നാണോ അതോ ബോയ് ഗേൾ എന്നാണോ? ഡെയ്സമ്മ മോനെന്ന് വിളിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല. യു ലുക്സ് മോർ ലൈക്ക് അപ്പു ദാൻ അപൂർവ. മതി കളിയാക്കിയത്. ഒന്നുമല്ലേലും നീ അവളെ ആദ്യമായിട്ട് കാണുകല്ലേ? നോ പ്രോബ്ലം അമ്മി. ഞങ്ങളുടെ വേവ് ലെങ്ത് ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്ന് തോന്നുന്നു, അല്ലടോ? അതെ, ബൈ പ്രൊഫഷൻ ഞാനൊരു ഡോക്ടർ ആണെങ്കിലും ഇടവേളകളിൽ അത്യാവശ്യം തമാശ പറഞ്ഞ് വെറുപ്പിക്കുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്. ഡോണ്ട് ഫീൽ ബാഡ്. ഡോക്ടറുടെ കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. നീ കൂടെ വാ മോളെ അശ്വതിയുടെ വീട്ടിലേക്ക്. ഞങ്ങൾക്ക് വീടറിയില്ലല്ലോ. സോറി, ഞാൻ അല്പം ബിസിയാണല്ലോ ആന്റി. ഓ, എന്ത് ബിസി? ഏറിയാൽ ഒരു അരമണിക്കൂർ. ഞങ്ങളും ഉടനെ ഇറങ്ങും. ഞാൻ വീട് കാണിച്ചു തരാം. കയറാൻ നേരമില്ല. ചുമ്മാ ജാടയിടല്ലോടോ, ഒന്ന് വാ. ഡെയ്സമ്മ പഴയ കൂട്ടുകാരിയെ കാണുമ്പോ നമ്മുടെ കാര്യം അങ്ങ് മറക്കും. പിന്നെ ഒറ്റയ്ക്ക് ഞാൻ അവിടെ ഇരുന്ന് പോസ്റ്റ് ആവണ്ടല്ലോ. ഇവര് കത്തി വെക്കുമ്പോ നമുക്ക് വല്ല ഫ്രഷ് കോമഡിയും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. മോളെ, നിനക്ക് തരാൻ ആന്റി കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പാകമാകുമോ ഇഷ്ടമാകുമോ എന്നൊന്നും അറിയില്ല. ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ ബില്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ആന്റി. പാകമല്ലെങ്കിൽ ഞാൻ മാറ്റിയെടുത്തോളാം. ആ, കാർ ഇവിടെ കിടക്കട്ടെ ജോ, നമുക്ക് നടക്കാം. കുറച്ചു ദൂരമല്ലേ ഉള്ളൂ. മാളുവിന്റെ ഡ്രസ് കൂടി എടുത്തോ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം ഗീതേ. ശരി ശരി, വാ മോളെ. അറിയാതെയാണെങ്കിലും ജോബിൻ പറഞ്ഞ പ്രയോഗം കറക്റ്റാ. ബ്ലെസ്ഡ് വിത്ത് എ ബോയ് ഗേൾ. ഡെയ്സി മോനെ ഇവിടെ ഉള്ളിടത്തോളം ഇതുപോലുള്ള വിസിറ്റ് ഇനി ഉണ്ടായേക്കാം. എത്ര നാൾ അവരിൽ നിന്നൊക്കെ നമുക്കിത് മൂടി വയ്ക്കാൻ പറ്റും ഗീത? എല്ലാവരും അറിയും. എല്ലാവരും.
ഇതാ വീട്. വീടിതാണെന്ന് മനസ്സിലായി. എന്നാലും വീട്ടുകാരത് തന്നെയാണോന്ന് ഉറപ്പുവരുത്തണമല്ലോ. താൻ വാ. അതിന്റെ ആവശ്യം എന്താ? ആന്റിക്ക് അശ്വതേന്റെ നന്നായിട്ട് അറിയാവുന്നല്ലേ? എന്ന് വെച്ച് ആന്റിയേക്കാൾ കൂടുതൽ അടുപ്പമുള്ള ഒരാള് കൂട്ടത്തിലുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ ഡെയ്സി ടീച്ചറെ, ഈ കൊച്ചിന് എന്ത് ജാടയാണെന്ന് നോക്കി. ഏയ് ഒന്ന് പോടാ. ഇവൾക്ക് ഞാൻ നോക്കിയിട്ട് ഒരു ജാടയും ഇല്ല. വാ മോളെ. ഞാൻ വരാം ആന്റി, നിങ്ങൾ കയറിക്കോ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനുണ്ട്. അതെ, ആന്റി ഒരു കാര്യം ചോദിച്ചോട്ടെ? നിന്റെ കൂട്ടുകാരിയുമായി വല്ല സൗന്ദര്യപ്പണക്കത്തിലുമാണോ നീ? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ലാന്ന് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വാ, പിണക്കമൊക്കെ ഞാൻ മാറ്റിത്തരാം. വാ.